തിരുവനന്തപുരത്ത് നിന്നും PS വിനയ നമ്മോടൊപ്പം ചേരുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിച്ചു എന്നാണ് ധനമന്ത്രിയുടെ അവകാശവാദം. അതിനെ ശരിവയ്ക്കുന്നതാണോ ബജറ്റ്? വിനയ, സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്ന വലിയൊരു കടമ്പയെ സംസ്ഥാനം മറികടന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് പ്രസംഗം ആരംഭിച്ചത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്നാൽ ബജറ്റ് മുഴുവൻ കാണുമ്പോൾ അത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന സർക്കാരിന്റെ ഒരു സന്തോഷം ആ പ്രഖ്യാപനങ്ങളിൽ കാണാൻ കഴിയുന്നില്ല എന്ന് ആണ് ബജറ്റിനെ ഒറ്റ വാക്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഏറെ നാളായി വർദ്ധിപ്പിക്കാതിരുന്നതുകൊണ്ടാണ് ഭൂനികുതിയിൽ ഒരു വർധനവ് വരുത്തിയത് എന്നുള്ളൊരു ന്യായം ധനമന്ത്രി പറയുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ളൊരു വർധനവ് ഇതിൽ വരുത്തിയിട്ടുണ്ട്. അതായത് 50% വരെ ഒരു വർധനവ് ഭൂനികുതിയിൽ വരുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും സാധാരണക്കാരെ ഇത് നേരിട്ട് കൃത്യമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായി വരുത്തിയിരിക്കുന്നത് കോടതി ഫീസ് ഇനങ്ങളിലെ വർധനവാണ്. കോടതി ഫീസ് ഇനങ്ങളിലെ വർധനവ് വഴി 150 കോടി സമാഹരിക്കാൻ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് എന്ന് ധനമന്ത്രി ബജറ്റിൽ പറയുകയുണ്ടായി. ഈ 150 കോടി ഇവിടെ കോടതി ഫീസ് വർധനവിലൂടെ സമാഹരിക്കുമ്പോൾ അപ്പുറത്ത് സംസ്ഥാന സർക്കാരിന് സർക്കാർ വിഭാഗങ്ങൾക്കുമെല്ലാം വാഹനങ്ങൾ വാങ്ങാനായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യമാണ്. മൂന്നാമതായി വൈദ്യുത വാഹനങ്ങളുടെ നികുതിയിൽ വരുത്തിയിരിക്കുന്ന നികുതിയിൽ വരുത്തിയിരിക്കുന്ന വർധനവാണ്. വൈദ്യുതി വാഹനങ്ങൾ കൂടുതലായി വാങ്ങാനായിട്ടായിരുന്നു നികുതി ഇളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ രാജ്യത്തെ എല്ലാ സംസ്ഥാന സർക്കാരുകളും നൽകിയിരുന്നത്. അത് മാറ്റിക്കൊണ്ട് 15 ലക്ഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് 8%, 20 ലക്ഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് 10% എന്നുള്ള തോതിൽ വലിയ തോതിൽ നികുതി വർധനവും വരുത്തിയിട്ടുണ്ട്. എടുത്തു പറയാവുന്ന ഒരു കാര്യം, കൃത്യമായി ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ആശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ കാര്യമെടുത്താൽ ജീവനക്കാർക്ക് നൽകാനുള്ള DA കുടിശ്ശിക അത് 2 ഗഡു ഈ വർഷം തന്നെ നൽകും എന്ന് ധനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷേ ആ പണം PF-ൽ ലയിപ്പിക്കുകയാണ് ചെയ്യുക. അതിലാകെ ആശ്വസിക്കാവുന്നത് സർവീസ് പെൻഷൻകാർക്കാണ്. അവർക്ക് നൽകാനുള്ള കുടിശ്ശികയായ 600 കോടി അത് മാർച്ച് മാസത്തിൽ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ അവർക്ക് ലഭിക്കുന്ന പെൻഷനിൽ അവർക്ക് ലഭിക്കും. അത്തരത്തിൽ ഒരു കാര്യം മാത്രമാണ് ഇതിൽ എന്തെങ്കിലും ഒരു ആശ്വാസം ഒരു വിഭാഗത്തിനുണ്ട് എന്ന രീതിയിൽ പറയാൻ കഴിയുക. ശരി വിനയ, തിരുവനന്തപുരത്ത് നിന്നും PS വിനയാണ് നമ്മോടൊപ്പം ചേർന്നത്.